ഹലോ, കഴിഞ്ഞ ദിവസം നടത്തിയ ഷോപ്പിംഗ് സീരീസിൻ്റെ ബാലൻസാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ അനിയന് ഗോൾഡ് എടുക്കാൻ പോയ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിയില്ല. അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഇതിന് പറയുന്ന പേര് ബുഗാഡി സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തോ ഒരു പേരാണ്. അപ്പം ഒരെണ്ണം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, എടുക്കണം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടടി. ബഡ്ജറ്റ് വേണ്ട ചേട്ടാ, വലിയൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം. എൻ്റെ കല്യാണത്തിന് ഞാൻ അവിടെ ഒരു മാല സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നീ തന്നാൽ മതി. അതാ എൻ്റെ കല്യാണത്തിന് ഇവള് ആ മാല അല്ലേ അതിരെ അതുകൊണ്ട് അവിടെ കണ്ടത് ഒന്നുമില്ല, ഒരു 8-9 ലക്ഷം രൂപ വരും, അത്രയേ ഉള്ളൂ. നിന്നെ കൊണ്ട് പറ്റും. ഇവിടെ അതാ ഇന്ന് ഇവള് വൈറലാ. നമ്മൾ ഡയമണ്ടൊക്കെ എടുത്ത് സെറ്റ് ആയിരിക്കുകയാണ്. എൻ്റെ കല്യാണത്തിന് വേണ്ടി അവള് മാലയൊക്കെ സെറ്റ് വെച്ചേക്കുള്ള കൂട്ടുകാരി സുചിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനകത്ത് തല കറങ്ങുന്നു എൻ്റെ ദൈവമേ. അങ്ങനെ AGDയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനും ചേച്ചി അവിടെ നിന്ന് നേരെ പോയത് SM-ലോട്ടാണ്. ഞങ്ങൾക്കല്ലാതെ കുറച്ച് ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ പല വെറൈറ്റി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. പിന്നെ അമ്മയ്ക്ക് വേണമെന്ന് നോക്കി, അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒന്നും വേണ്ട. പിന്നെ എപ്പോൾ വന്നാലും ഞാൻ പോകുന്നൊരു സെക്ഷനാണ് ഈ കിഡ്സ് സെക്ഷൻ. എനിക്കുള്ള മിക്ക ഡ്രസ്സും ഞാൻ കിഡ്സ് സെക്ഷനിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അന്നെന്തോ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എടുത്തില്ല. എല്ലാം ഒന്ന് ജസ്റ്റ് വന്നതല്ലേ, എല്ലാം നോക്കാമെന്ന് കണ്ട് എല്ലാം ജസ്റ്റ്. അതുപോലെ ഇവിടുത്തെ ബേബി ഗേൾസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, കുഞ്ഞായിരുന്നായിരുന്നു എന്തോരം കളക്ഷനിലെ ഡ്രസ്സൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഈ 2 ഫ്രോക്ക് എനിക്കിഷ്ടപ്പെട്ടു. സത്യത്തിൽ അതെനിക്ക് മാച്ചാണ്. കുറച്ച് ഇടവണ്ണം കറക്റ്റായി കഴിഞ്ഞാൽ അതും ഞാൻ ബുക്കൊന്നും പറഞ്ഞ് ചേച്ചി എന്നെ കളിയാക്കുമായിരുന്നു. പിന്നെ ആ കൊച്ചു പിള്ളേരുടെ ഷൂ സെക്ഷൻ, പിന്നെ ചേച്ചി ഇതുകൊണ്ട് ആ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്കുള്ള സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കും. എന്തായാലും ചേച്ചി അവിടെ നിന്ന് സെലക്ട് ചെയ്യട്ടെ. ആ സമയത്ത് ഞാൻ അവിടുത്തെ സാരി സെക്ഷനിലോട്ട് പോയി. എപ്പോൾ വന്നു കഴിഞ്ഞാലും എനിക്ക് ഇവിടുത്തെ സാരി സെക്ഷനൊക്കെ ഒന്ന് വന്ന് കണ്ടില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. കുറേ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ എടുക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഞാൻ എടുത്തുകൊണ്ട് പോയാൽ അമ്മ ഇപ്പോൾ കൂടുതലും ചുരിദാറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതെടുക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ആ ഓറഞ്ച് സാരി ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഈ ഷോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ലാന്ന് കണ്ടിട്ട് എന്തായാലും അത് വിട്ട് കളയാൻ തോന്നിയില്ല, അതങ്ങ് എടുത്തില്ലെങ്കിൽ അന്നത്തെ വിഷമം അതായിരിക്കും. അത് എടുക്കേണ്ടതായിരുന്നു, ആ വിഷമം വേണ്ടല്ലോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ പിന്നെ വീട്ടിലോട്ട്